ഇന്നത്തെ ടോപ്പിക് യൂറിക് ആസിഡ്. എനിക്ക് കോമൺ ആയിട്ട് കിട്ടുന്നൊരു കംപ്ലൈൻറ്റാണ്, ഡോക്ടറെ എനിക്ക് മുട്ടുവേദന ഉണ്ട്, യൂറിക് ആസിഡ് നോക്കിയപ്പോൾ കൂടിയിരിക്കുക, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ആദ്യം മനസ്സിലാക്കുക, യൂറിക് ആസിഡ് കാരണം ജോയിൻറ്റ് പെയിൻ വന്നാൽ സഹിക്കാൻ പറ്റാത്ത വളരെ സിവിയർ പെയിനായിട്ടാണ് വരാം, നടക്കാൻ പറ്റാത്ത ഒരു പെയിനായിട്ടാണ് വരാം. ഏറ്റവും കോമൺ ജോയിൻറ്റ് നമ്മളുടെ പാദത്തിൻ്റെ തള്ളവിരലിൻ്റെ അവിടെയാണ്. റെഡ്നെസ് ഉണ്ടാവും, അതായത് തൊടുമേ ചൂടുണ്ടാവും, ചുമന്നിരിക്കാവും, തൊടാൻ സമ്മതിക്കില്ല, നടക്കാനും പറ്റില്ല. ചില ആൾക്കാർക്ക് മുട്ടിൽ വരും, കയ്യിൽ വരും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. സാധാരണ ചില ആൾക്കാർക്ക് രക്തം പരിശോധിച്ചാൽ യൂറിക് ആസിഡ് കൂടിയിരിക്കുക, പക്ഷേ ഭൂരിഭാഗം ജോയിൻറ്റ് പെയിൻസ് യൂറിക് ആസിഡായിട്ട് അധികം ബന്ധം ഇല്ല. സോ മൈൽഡ് പെയിൻ വന്നാൽ യൂറിക് ആസിഡ് കൂടിയാൽ യൂറിക് ആസിഡ് കാരണമല്ല ഈ പെയിൻ വന്നിട്ടുള്ളത്. യൂറിക് ആസിഡ് കൂടാൻ കാരണങ്ങൾ പലതുണ്ട്, അത് വേറെ ടോപ്പിക്കാണ്, അത് ഞാൻ കിടക്കണില്ല. എൻ്റെ ഇപ്പോഴത്തെ മെസ്സേജ് ഇതാ, യൂറിക് ആസിഡിൻ്റെ പെയിൻ വന്നാൽ സിവിയർ സഹിക്കാൻ പറ്റാത്ത പെയിനാവും. താങ്ക് യു.